ഡിവൈഎഫ്ഐ മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റും സിപിഎം ജില്ലാ കമ്മിറ്റി അംഗവുമായ മനു തോമസിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി പാർട്ടി തീരുമാനം. ആ തീരുമാനം മാധ്യമങ്ങൾക്ക് ലഭിച്ചത് അന്വേഷിക്കാൻ ഒരു പാർട്ടി കമ്മീഷൻ രൂപീകരിച്ചിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്ന് കെ ജെ ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, എന്താണ് ഈ കമ്മീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വീണ, മനു തോമസിന്റെ വിവാദവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സിപിഎം ജില്ലാ കമ്മിറ്റിയിലാണ് നിർണായകമായ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. മനു തോമസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് ഈ മാധ്യമങ്ങൾക്ക് വിവരം ചോർത്തി നൽകിയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് സിപിഎം ജില്ലാ കമ്മിറ്റി രണ്ടംഗ കമ്മീഷനെ വച്ചിരിക്കുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി.വി. ഗോപിനാഥ് അതോടൊപ്പം തന്നെ എം പ്രകാശ് എന്നിവർ ഉൾപ്പെടുന്ന രണ്ടംഗ കമ്മീഷനാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി വിവരങ്ങൾ എന്തായാലും നൽകാൻ ഈ ആഴ്ച തന്നെ ഈ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം വഴിവിട്ട ബന്ധങ്ങളെ തുടർന്നാണ് ഈ മനു തോമസിനെ പുറത്താക്കിയതെന്ന ഒരു വിവരമാണ് ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് ആ പാർട്ടിയിലെ അംഗങ്ങൾ ചോർത്തി നൽകിയത്. ഇത് ആരാണ് ചോർത്തി നൽകിയത് എന്ന വിവരം കണ്ടെത്താനാണ് ഈ കമ്മീഷന്റെ ചുമതല. അതോടൊപ്പം തന്നെ ഈ വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷമായിരുന്നു കണ്ണൂരുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു. മനു തോമസിനെതിരെ പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റുമായി വരുന്നു. അതിന് മറുപടിയായി ഈ മനു തോമസ് വീണ്ടും രംഗത്ത് വരുന്നു. അതിനുശേഷം അതിൽ ജയരാജന്റെ മകൻ ഉൾപ്പെടുന്നു. ജയരാജന്റെ മകൻ തന്നെ ഈ മനു തോമസിനെതിരെ രംഗത്ത് വരുന്നു. പിന്നീട് ഈ കൊട്ടേഷൻ സംഘ അംഗങ്ങളായ ആകാശ് തില്ലങ്കേരി അതോടൊപ്പം തന്നെ അർജുനായങ്കി എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് തുടർച്ചയായ വിവാദങ്ങൾ പിന്നാലെ വരുന്നു.